മാത്സ് കാണുമ്പോൾ തന്നെ പേടിയാണ്. ധാരാന്ന് വെച്ചെടുത്തോ, എനിക്ക് വേണ്ട. ഇവന് കണക്ക് പണ്ടേ പേടിയാ. ആർക്കാണ് കണക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പണ്ട് ചാക്കോ മാഷ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അത് ശരിക്കും എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടിയാണ്. ഇതാരാ? ഇതാണ് ഇക്ബാൽ സാർ, IIT ടോപ്പറാ. കിട്ടില്ല സാറാ. മോൻ്റെ പേരെന്താ? നന്ദു. നന്ദുവിന് കണക്ക് ബുദ്ധിമുട്ടാണോ? അത് സാർ കഴിഞ്ഞ തവണ എഴുതിയപ്പോഴേക്കും മാത്സിലാണ് ഏറ്റവും ശോകം മാർക്ക് കിട്ടിയത്. കാൽക്കുലേറ്റിംഗ് സ്പീഡും കുറവാണ്, മുഴുവൻ എഴുതി എത്തിക്കാൻ പറ്റിയില്ല. ഇത് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ്. എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആകുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് അറിയാലോ. പ്രത്യേകിച്ച് IIT ആണെങ്കിൽ മാത്സ് വളരെ ക്രൂഷ്യലായ ഒരു സബ്ജക്റ്റാണ്. ഇനി നമ്മൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിലോ, കേരളത്തിന് പുറത്തുള്ള കുട്ടികളെ കൂടെയാണ് നമ്മളെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ കണ്ണടയ്ക്കുന്ന സ്പീഡ് കൊണ്ട് അവർ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നന്നായി പ്രിപ്പയർ ചെയ്യണം. യെസ്, നമ്മൾ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ സൈലത്തിൽ വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകൾക്ക് പുറമെ മാത്തമാറ്റിക്സിന് നമ്മൾ എക്സ്ട്രാ ക്ലാസ് കൂടി തരും. അതായത് ഒരു ദിവസം ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ 2 മണിക്കൂറാണ് ക്ലാസ് എടുക്കണമെങ്കിൽ മാത്സിന് നമ്മൾ 3 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. അപ്പം നന്ദുവിൻ്റെ മാത്സിലുള്ള പേടിയൊക്കെ 1 വർഷം കൊണ്ട് സൈലം മാറ്റിക്കളയും. പോരെ? ഓ മതി സാർ. ശരി, നമുക്ക് കാണാം. നല്ല സാറല്ലേ? ഇങ്ങനെ സ്നേഹമുള്ള സാറന്മാർ പഠിപ്പിച്ച പിള്ളേര് പെട്ടെന്ന് പഠിക്കും. ആ, എന്റെ കണക്ക് സാർ ഇതുപോലത്തെ ആയിരുന്നെങ്കിലേ നിന്റെ അമ്മമ്മ ഒരു എഞ്ചിനീയറാന്ന് പറഞ്ഞ് നടക്കായിരുന്നു നിനക്ക്. ഞാനൊന്ന് പേടിച്ചായിരുന്നു. എന്തിന്? ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ടീച്ചർമാരെ കണ്ടാ പേടിയാവും. എന്തോരം തല്ലിയാൻ കൊണ്ടാക്കണമെന്നറിയൂ. ഈ സാർ എന്ത് പാവോ. അതെ, കുറച്ചൊക്കെ സ്ട്രിക്ട്നെസ് ആവാ. ഇവിടെ സ്ട്രിക്ട്നെസ് അല്ല, ഡിസിപ്ലിൻ ആണ്. അല്ലേ സച്ചിനെ? അതെ. എന്നുവെച്ചാ അത് ഞാൻ പിന്നെ പറയാം. ഇനി എന്നാ മോനെ പരിപാടി? ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാങ്ങളെ. നാളെ ഹൈബ്രിഡ് ക്ലാസ്സിൽ തുടങ്ങുമല്ലേ? അതെല്ലാരും പറയുന്നുണ്ട് ഹൈബ്രിഡ്. എന്തേ ഹൈബ്രിഡ്? ഹൈബ്രിഡ് എന്നൊന്നും ആർക്കും അറിയില്ല. ഞാനും കേട്ടായിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. നിനക്കോ? എനിക്കും. അത് ശരി, അതല്ലേ മെയിൻ. ഞാൻ പറഞ്ഞുതരാം. ഈ ടെക്നോളജിയൊക്കെ വളർന്നതിൽ പിന്നെ ട്രഡീഷണൽ ലെവൽ ടീച്ചിങ് ഒക്കെ ഒരുപാട് മാറി. ഇപ്പോൾ നല്ലൊരു സാറിന് ഒരേ സമയം എത്ര കുട്ടികളാണെങ്കിലും പഠിപ്പിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഇക്ബാൽ സാറില്ലേ, സാറ് ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എവിടെ ഇരുന്നും ഏത് സമയവും സാറിൻ്റെ ക്ലാസ്സുകൾ കാണാം. അതേസമയം സാറ് നേരിട്ട് ലൈവായിട്ടാണ് ക്ലാസ്സുകൾ നടത്തുന്നതെങ്കിലോ അതിനൊരു സുഖം വേറെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഹൈബ്രിഡ്. ഇപ്പോൾ മനസ്സിലായോ? ഇല്ല. ഇല്ല. അധികം വൈകാതെ മനസ്സിലായിക്കോളൂ.